നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA 3% കൂട്ടി. ആശാമാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന്. സ്കൂളുകളിൽ കുടിവെള്ളം വേണം. സന്ദീപ് കുമാർ ടെക്നോപാർക്ക് CEO. മലയാളം മിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. UTS ആപ്പ് മാർച്ച് മുതൽ ഇല്ല. റെയിൽ 1 മാത്രം. വിരമിച്ച മിലിറ്ററി നഴ്സുമാരും ഇനി വിമുക്ത സൈനികർ. യൂത്ത് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ക്വാർട്ടർ ഫൈനലിൽ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA 3% കൂട്ടി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷേമാശ്വാസവും കൂട്ടി. ധനവകുപ്പ് ഉത്തരവിറക്കി. ഇതോടെ ആകെ DA/DR 25% ആയി. DA കുടിശ്ശികയിൽ ഒരു ഗഡു ഫെബ്രുവരിയിലെ ശമ്പളത്തിലും ബാക്കി ഗഡുക്കൾ ഒരുമിച്ച് മാർച്ചിലെ ശമ്പളത്തിലും നൽകി തുടങ്ങുമെന്ന് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നു. 2023 ജൂലൈ 1 മുതൽ നൽകേണ്ട 3% DA ഇപ്പോൾ അനുവദിച്ചത്. കഴിഞ്ഞ 5 DA ഗഡുക്കൾ അനുവദിച്ചപ്പോഴും കുടിശ്ശികയെക്കുറിച്ച് മിണ്ടാതിരുന്ന സർക്കാർ ഇത്തവണ കുടിശ്ശിക സംബന്ധിച്ച് പിന്നീട് ഉത്തരവിറക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി 10% DA കൂടി അനുവദിക്കാനുണ്ട്. വിലക്കയറ്റ സൂചിക അനുസരിച്ച് ജനുവരി മുതൽ ബാധകമാകേണ്ട 2% DA കൂടി കണക്കാക്കിയാൽ ആകെ കുടിശ്ശിക 12% ആകും. ആശാമാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന്. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. 11 മണിക്ക് പാളയത്ത് മാർച്ച് ആരംഭിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിമാസ ഓണറേറിയം 21,000 രൂപ, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ എന്നിവയാണ് അസോസിയേഷൻ്റെ ആവശ്യം. കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 10 സമരം ആരംഭിച്ചത്. ആശാമാരുടെ പ്രതിമാസ ഓണറേറിയം 7,000 രൂപയായിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആദ്യ നിലപാട്. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനം 1,000 രൂപ വർദ്ധിപ്പിച്ചു. ഇക്കഴിഞ്ഞ ബജറ്റിലും 1,000 രൂപയുടെ വർധന വരുത്തി. പ്രതിപക്ഷ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ UDF MPമാർ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ചു. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര ഇൻസെൻറ്റീവ് 2,000 രൂപ വർദ്ധിപ്പിച്ചു. വിരമിക്കൽ ആനുകൂല്യം 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയായി വർദ്ധിപ്പിക്കാനും കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ കുടിവെള്ളം വേണം. ഉയർന്ന ചൂട് കണക്കിലെടുത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളവും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരവും ഉറപ്പാക്കണം. കൂടുതൽ വെയിലേൽക്കാൻ ഇടയാക്കുന്ന അസംബ്ലികളും മറ്റും പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യണം. കുട്ടികളെ വിനോദയാത്രകൾക്ക് കൊണ്ടുപോകുമ്പോൾ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് ചൂട് ഏൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. അംഗൻവാടികളിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. സന്ദീപ് കുമാർ ടെക്നോപാർക്ക് CEO. ടെക്നോപാർക്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സന്ദീപ് കുമാറിനെ സർക്കാർ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ മുൻ CEO കേണൽ സഞ്ജീവ് നായർക്ക് പകരമാണ് നിയമനം. നിലവിൽ കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ ഡയറക്ടറായ സന്ദീപ് കുമാർ ടെക്നോപാർക്ക് CEOയുടെ അധിക ചുമതലയാണ് വഹിക്കുക. കഴിഞ്ഞ മാസം 9 സഞ്ജീവ് നായർ സ്ഥാനമൊഴിഞ്ഞത്. കേരള കേഡറിലെ 2020 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബീഹാർ സ്വദേശി സന്ദീപ്. തലശ്ശേരി സബ് കളക്ടർ ആയിരിക്കെ മികച്ച സബ് കളക്ടർക്കുള്ള 2024 സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചു. മലയാള മിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള മിഷൻ്റെ മലയാളം ചാപ്റ്ററിനുള്ള കണിക്കുന്ന പുരസ്കാരം 1 ലക്ഷം രൂപ തെലങ്കാന ചാപ്റ്ററിന്. ഭാഷാ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്ന മലയാളി പ്രവാസി സംഘടനയ്ക്കുള്ള സുഗന്ധാഞ്ജലി പ്രവാസി പുരസ്കാരം 1 ലക്ഷം രൂപ കുവൈത്തിലെ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കല നേടി. മറ്റ് പുരസ്കാരങ്ങൾ മികച്ച ഭാരവാഹികൾക്കുള്ള ഭാഷാ മയൂരം പുരസ്കാരം അംബുജം സതീഷ് ദുബായ് ചാപ്റ്റർ, PR സ്മിത തമിഴ്നാട് ചാപ്റ്റർ. മികച്ച അധ്യാപകർക്കുള്ള ബോധി അധ്യാപക പുരസ്കാരം നസിയ ഇഫ്തിഖർ അലൈൻ ചാപ്റ്റർ, അംബിയ P മേനോൻ ഡൽഹി ചാപ്റ്റർ. മികച്ച ആത്മകഥയ്ക്കുള്ള പ്രവാസി സാഹിത്യ പുരസ്കാരം യൂട്രോൺ എന്ന പുസ്തകമെഴുതിയ AV അനൂപ് തമിഴ്നാട്. സ്പെഷ്യൽ ജൂറി പരാമർശം ഒരു പിരിയൻ കോമഡി എഴുതിയ മനോ ജേക്കബ് US. മലയാള ഭാഷയെ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കുന്നതിലെ മികവിനുള്ള ഭാഷാ പ്രതിഭാ പുരസ്കാരം EK കുറുപ്പിനാണ്. എല്ലാ പുരസ്കാരങ്ങൾക്കും 25,000 രൂപ വീതം. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ KV മലയാളം പദ്ധതി മികച്ച രീതിയിൽ നടത്തിയതിനുള്ള പുരസ്കാരം 50,000 രൂപ പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും മികച്ച അധ്യാപകർക്കുള്ള KV മുണ്ടശ്ശേരി അധ്യാപക പുരസ്കാരം കൊച്ചി പോർട്ട് ട്രസ്റ്റ് കേന്ദ്രീയ വിദ്യാലയത്തിലെ AV രമ്യയ്ക്കും 25,000 രൂപ ലഭിച്ചു. ലോക മാതൃഭാഷാ ദിനമായ ഈ മാസം 21 വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലെ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട അറിയിച്ചു.
UTS ആപ്പ് മാർച്ച് മുതൽ ഇല്ല, റെയിൽ വൺ മാത്രം. അൺറിസർവ്ഡ് സീസൺ ടിക്കറ്റുകൾ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന UTS ബുക്കിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ മാർച്ച് 1 മുതൽ ഉപയോഗത്തിലുണ്ടാകില്ലെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. വിവിധ ആപ്പുകൾ വഴി റെയിൽവേ നൽകിയ സേവനങ്ങളെല്ലാം ഒന്നിച്ച് ഇനി റെയിൽ വൺ ആപ്പിൽ ലഭിക്കും. UTS ആപ്പിലെ ലോഗിൻ വിവരങ്ങൾ നൽകി റെയിൽ വൺ ആപ്പ് വഴി ടിക്കറ്റ് എടുക്കാം. വാളറ്റിൽ ബാക്കിയുണ്ടായിരുന്ന തുക റെയിൽ വൺ ആപ്പിലെ വാളറ്റിലെത്തുമെന്നും അധികൃതർ പറഞ്ഞു. റെയിൽ വൺ ആപ്പ് വഴി അൺറിസർവ്ഡ് ടിക്കറ്റുകൾ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ജൂലൈ 14 വരെ 3% ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെയിൽ വൺ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. വിരമിച്ച മിലിറ്ററി നഴ്സുമാരും ഇനി വിമുക്ത സൈനികർ. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ നിന്ന് വിരമിച്ചവരെയും വിമുക്ത സൈനികരായി പരിഗണിക്കും. ഏറെക്കാലമായുള്ള ആവശ്യത്തിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. 1979 നിയമം ഭേദഗതി ചെയ്താണ് ANS വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയത്. ജോലി അവസരം, തിരിച്ചറിയൽ കാർഡ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മക്കൾക്ക് പ്രവേശന ആനുകൂല്യം തുടങ്ങി എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കും ലഭ്യമാകും. ANSകാർക്ക് വിമുക്ത സൈനിക പരിഗണന ലഭ്യമാക്കണമെന്നും കഴിഞ്ഞ വർഷം സുപ്രീം കോടതി വിധിച്ചിരുന്നു. പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നെങ്കിലും ഉത്തരവ് ഇറങ്ങാൻ വൈകി. യൂത്ത് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ക്വാർട്ടർ ഫൈനലിൽ. സംസ്ഥാന യൂത്ത് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ വയനാടിനെ അട്ടിമറിച്ച് കോട്ടയം. ഏകപക്ഷീയമായ 1 ഗോളിന് ജയിച്ച കോട്ടയം സെമിയിലെത്തിയപ്പോൾ വയനാട് പുറത്തായി. 85-ാം മിനിറ്റിലായിരുന്നു ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടെയുള്ള വിജയ ഗോൾ. പത്തനംതിട്ടയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി തിരുവനന്തപുരം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. C. സൂര്യദേവ്, V. ശരത് എന്നിവരാണ് ഗോൾ നേടിയത്. പത്തനംതിട്ടയുടെ ഗോൾ ശ്രമങ്ങൾ തിരുവനന്തപുരം ഗോളി ഷഫീർ തകർപ്പൻ സേവുകളിലൂടെ തകർത്തു. സൂര്യദേവാണ് കളിയിലെ താരം. ഇന്ന് രാവിലെ മൈലം GV രാജ സ്പോർട്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ആലപ്പുഴ കരുത്തരായ കോഴിക്കോടിനെയും വൈകിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്വാർട്ടറിൽ തിരുവനന്തപുരം കാസർഗോഡിനെയും നേരിടും. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.